ഞാൻ ആർക്കേതിനെ പറ്റി പറഞ്ഞു തുടങ്ങിപ്പോയി. അന്ന് പിന്നെ സംശയം വേണ്ടി ഡബ് ചെയ്തപ്പോ അതിൽ നായകനെ താമസിച്ചു ഒരുപാട് ആളുകളെ കൊണ്ട് സംശയം ഡബ് ചെയ്യാൻ വേണ്ടി MX ശ്രമിച്ചു. അത് ശബ്ദം ഓട്ടോമാറ്റിക്. പക്ഷെ സംശയം അദ്ദേഹത്തിന് പല പല ശബ്ദങ്ങളുമുണ്ട്. അത് സംസാരിക്കുന്നതിന് ശബ്ദം മാറ്റി സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശബ്ദം ആയിട്ട് എന്റെ ശബ്ദത്തിന് ആ മാറ്റുന്ന ശബ്ദത്തിന് അങ്ങനെ എന്റെ ശബ്ദം തമ്മിൽ ഒരു സമയമുണ്ടെന്ന് തോന്നിയില്ല. എന്നെ കൊണ്ട് ജയിച്ചത് അവരുടെ എനിക്ക് 4000 രൂപ കിട്ടി. ഒരു 3-4 മാസം ഞാൻ അതുകൊണ്ട് ജയിച്ചു. അങ്ങനെയുള്ള ബാക്കികൾ ഇവിടെ ലഭ്യമരുന്നവർക്ക് ഇരിക്കാമരുന്നവർക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അന്ന് സന്ദേശത്തിന്റെ സമയത്ത് പിന്നെ ഒരു ഇന്ന് ഇല്ലാത്ത ഇന്നുള്ള ഒരു കാര്യം അന്ന് ചെയ്തേയില്ല. അഴിമതി. അതുകൊണ്ട് അഴിമതിയെ പറ്റി ആ സിനിമയിൽ സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. കുറച്ചുണ്ട്. വരവേപ്പിന്റെ മോഹൻലാലിന്റെ ക്യാരക്ടർ എന്റെ അച്ഛന്റെ ക്യാരക്ടർ. ശരിക്കും അതായത് മോഹൻലാലിന് വരവേപ്പിന് ദുബായിൽ നിന്ന് വരുന്ന ആളായിട്ടാണ്. അച്ഛൻ ദുബായി പോയിട്ടേ ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി കഥയെല്ലാം സെയിം നടന്ന കഥയാണ്. ആ സംഭവം അച്ഛൻ സ്കൂൾ അച്ഛനായിരുന്നു. അപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റി വേണമെന്ന് വിചാരിച്ചിട്ട് താമസിക്കുന്ന വീടും പറമ്പും പണം KFCക്ക് പണം വെച്ചിട്ട് ലോണെടുത്തിട്ടാണ് ഫസ്റ്റ് വഹിച്ചത്. ആ വീടും പറമ്പും അന്നത്തെ കാലത്ത് ജപ്തി ചെയ്ത് പോയി. KFC കൊണ്ടുപോയി. അതിനെ അടയ്ക്കാൻ പറ്റില്ല പൈസ. പിന്നെ കണ്ടക്ടർമാരുടെ ഭക്ഷണം തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പലതവണ ബസ് പല സ്ഥലത്തും മറഞ്ഞിരിക്കും. അങ്ങനെ കഷ്ടത്തിന് പിന്നെ അതെ അതെ അപ്പോ പിന്നെ അതിന് വില്ലന്മാരെ സൂചിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട പാർട്ടിയുടെ ഒരാള് ഞാൻ ഈ പടം ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നാട്ടിൽ എന്നെ വിളിച്ചു. വരവേൽപ്പ് കണ്ടു. ഇതൊക്കെ വേണമായിരുന്നു. പണം കണ്ടപ്പോ മനസ്സിലായിട്ടില്ലേ ഞാൻ എന്റെ ഭാവനയിലൊന്നും ചെയ്തിട്ടത്. എല്ലാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനും പറഞ്ഞതേ ഉള്ളൂ.
ആ, ആ, ആ.